ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 25 മുതൽ 30 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് നവചേതനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ദയവായി 21ാം ഗ്രഹസന്ദർശനത്തിന് മുൻപ് ഈ വീഡിയോ കണ്ടുവെന്ന് ഉറപ്പുവരുത്തുക. ഗ്രഹസന്ദർശന വേളയിൽ 25 മുതൽ 30 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ കൈവരിക്കേണ്ട പ്രധാന വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് മാതാപിതാക്കളോട് വിശദീകരിക്കുക. അതിനുശേഷം വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ കുഞ്ഞിനൊപ്പം ചെയ്ത് മാതാപിതാക്കളെ കാണിക്കുക. ഇത് കണ്ടു പഠിച്ച ശേഷം എല്ലാ ദിവസവും കുഞ്ഞിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രവൃത്തികളിലൂടെ സാധാരണഗതിയിൽ 36 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വെള്ളം തുളുമ്പാതെ കപ്പിൽ നിന്ന് കുടിക്കാൻ സാധിക്കുന്നു. പരിചിതമായ വസ്തുക്കളുടെ പേരു പറയാൻ തുടങ്ങുന്നു. നിറങ്ങളും രൂപങ്ങളും തിരിച്ചറിയുന്നു. 3 അതിലധികമോ വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ രൂപീകരിക്കുന്നു. കൂടാതെ പടികൾ കയറാനും ഇറങ്ങാനും സാധിക്കുന്നു. കുഞ്ഞിനോടൊപ്പം എല്ലാ ദിവസവും സ്നേഹത്തോടെ ഇത്തരം ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ വളർച്ചാഘട്ടങ്ങൾ കൃത്യസമയത്ത് കൈവരിക്കാൻ അവരെ സഹായിക്കുന്നു. നവചേതന നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് 25ാം മാസം കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ. ഇത് നീളയാണോ അല്ലയോ, കയറിയും ഇറങ്ങിയുമുള്ള പര്യവേക്ഷണം, അഭിനയ കളി, ഫോണിൽ സംസാരിക്കുന്നത്, ആകൃതികൾ ചേരുംപടി ചേർക്കുന്നു. 26ാം മാസത്തിൽ നൽകേണ്ട പരിശീലനങ്ങൾ. ഇത് മഞ്ഞയാണോ അല്ലയോ, സെൻസറി പ്ലേ, നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഒരു കഥ പറയുന്നു, നമുക്കൊരുമിച്ച് നൃത്തം ചെയ്യാം. 27ാം മാസത്തിൽ നൽകേണ്ട പരിശീലനങ്ങൾ. ഗ്രീൻ ഡിസ്കവറി ആൻഡ് കളർ റീക്യാപ്പ്, വേഗത്തിലും പതുക്കെയും, അച്ഛനെ പോലെ അഭിനയിക്കുക, വസ്തുക്കളും അവയുടെ ഉപയോഗങ്ങളും. 28ാം മാസത്തിൽ നൽകേണ്ട പരിശീലനങ്ങൾ. പുഞ്ചിരിച്ച് കണ്ണു ചിമ്മുക, വെള്ളം നിറയ്ക്കുന്നത്, അമ്മയെപ്പോലെ അഭിനയിക്കുക. നമ്മൾ ഇന്ന് എന്താണ് ചെയ്തത്? 29ാം മാസത്തിൽ നൽകേണ്ട പരിശീലനങ്ങൾ. എന്നെ കണ്ടെത്താനുള്ള സൂചനകൾ, മഡ് മാസ്റ്റർപീസ്, ഒരുമിച്ച് പാടുകയും ചിരിക്കുകയും, ഞാൻ ഏത് മൃഗമാണ്? 30ാം മാസത്തിൽ നൽകേണ്ട പരിശീലനങ്ങൾ. ഒരു പസിൽ പരിഹരിക്കുന്നു, വസ്ത്രങ്ങൾ ഒരുമിച്ച് മടക്കി വയ്ക്കുക, ഒരു മാന്ത്രിക കൂടാരം, ജോലിയിൽ സംഭവിക്കുന്നതെന്ത്? കപ്പിൽ വെള്ളം നിറയ്ക്കുന്ന ലളിതമായ കളിയിലൂടെ ഈ അമ്മ തന്റെ കുഞ്ഞിന്റെ സംസാരിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുകളെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താ ചെയ്യുന്നേ? പതുക്കെ ഈ കപ്പിൽ നിന്ന് ആ കപ്പിലേക്ക് ഒഴിച്ചേ. അയ്യോ, വെള്ളം താഴെ പോയോ? സാരമില്ല ട്ടോ, സാരമില്ല. നല്ല കുട്ടി. ഒന്നുകൂടി ചെയ്തേ. നല്ല കുട്ടി. അതെ, ഇത്തരം ലളിതമായ കാര്യങ്ങൾ പതിവായി ചെയ്യുന്നതിലൂടെ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 3 വർഷത്തെ വളർച്ചയ്ക്ക് കരുത്തുറ്റ പിന്തുണ നൽകാൻ കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് സാധിക്കും.